കാണണമെന്നുണ്ട് ആക്ച്വലി. ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്. നിന്റെ അച്ഛന്റെ കാണണ്ടേ? അച്ഛന്റെ കല്യാണം അല്ലേ? അമ്മയ്ക്ക് അയച്ചു തന്നു അച്ഛന്റെ ഡ്രസ്. അച്ഛന്റെ എക്സൈറ്റ്മെന്റ് കണ്ടെന്ന് ആൾക്കാർ വിചാരിക്കുന്നില്ല. അച്ഛനും കെട്ടാൻ പോകാന്ന് വിചാരിക്കുന്നു. ഓ എന്തൊരു ആഗ്രഹം! നിന്റെ ആഗ്രഹം എന്റെ ആഗ്രഹം. നീ ഓരോന്നും പറയല്ലേ, ഓരോ കമ്മീഷനൊക്കെ വന്നോണ്ടിരിക്കുന്ന കാലം. ചുമ്മാ കല്യാണം മറ്റൊന്നും പറഞ്ഞോണ്ടിരിക്കല്ലേ. നീ എന്റെ വാതിലൊന്നും ഒന്ന് മുട്ടല്ലേ ഞാനോട് ഇരിക്കുമ്പോൾ. എവിടെ മനസ്സിലായില്ല. ബട്ട് സ്റ്റിൽ ഐ ആം ജസ്റ്റ് ഗോയിങ് ടു സ്മൈൽ. ഓസി doesn't know about the പുതിയ മറ്റേ കമ്മീഷന്. ഓസിക്ക് അതൊന്നും അറിഞ്ഞൂടെ? അറിയണ്ട, കൊച്ചിന് അതൊന്നും അറിയണ്ട. ഓസിക്ക് ബ്ലൗസ് റെഡിയായോ, സാരി റെഡിയായോ, അതൊക്കെ പറയാവൂ. അപ്പൊ കൃഷ്ണകുമാറിനും ഫാമിലിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള കാര്യങ്ങളെല്ലാം ചിരിച്ചു മറിയാനുള്ള തമാശകൾ മാത്രമാണ്. അതായത് നിങ്ങൾ ആലോചിക്കണം, 4 പെൺമക്കളുള്ള ഒരു അച്ഛനാണ് കൃഷ്ണകുമാർ. കൃഷ്ണകുമാർ അത്യാവശ്യം സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ പണ്ട് മുതലേ ഉള്ള ഒരു ആളാണ് കൃഷ്ണകുമാർ. അപ്പോൾ കൃഷ്ണകുമാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണം മാത്രമാണ് ഈ വീഡിയോ. അതായത് സംഭവം വീഡിയോ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് കൃഷ്ണകുമാറിൻ്റെ ഭാര്യയായ സിന്ധു കൃഷ്ണയുടെ വ്ളോഗാണ് സംഭവം. ഈ വ്ളോഗിൻ്റെ ഇടയ്ക്ക് ഇവരുടെ മകളായിട്ടുള്ള ഓസിയുടെ കല്യാണമാണ് അടുത്തോട്ട് വരാൻ വേണ്ടി പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്ത് സിന്ധു ഇങ്ങനെ പറയുകയാണ്, എന്താണ് അച്ഛൻ്റെ ഡ്രസ്സിനെ കുറിച്ച്, അതായത് കല്യാണത്തിന് അച്ഛൻ്റെ ഡ്രസ്സിനെ കുറിച്ച് എന്താണ് മോളുടെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോഴത്തേനും നമ്മുടെ കൃഷ്ണകുമാർ പെട്ടെന്ന് അച്ഛൻ്റെ കല്യാണമോ എന്നുള്ളൊരു അച്ചിരത്തോടു കൂടി ഇങ്ങനെ ഭാര്യനോട് ചോദിക്കുകയാണ്. അപ്പം എന്താ ആഗ്രഹം കല്യാണം കഴിക്കാൻ? അപ്പോഴത്തേന് കൃഷ്ണകുമാർ പറയുകയാണ്, നീ വേണ്ടാത്തൊന്നും പറയരുത്, ഇപ്പം പല കമ്മിറ്റികളൊക്കെ വരുന്നുണ്ട്, വെറുതെ അവരെല്ലാം കണ്ടിട്ട് എന്താ ഒരു തമാശ അല്ലേ, ഭയങ്കര കോമഡിയാണ്. അപ്പോൾ സിന്ധു കൃഷ്ണയും പറയുന്നുണ്ട്, ശരിയാ ഇപ്പോൾ ഒരുപാട് കമ്മീഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൃഷ്ണകുമാർ സിന്ധുവിനോട് പറയാണ്, നീ വന്ന് എൻ്റെ ഡോറിലൊന്നും മുട്ടിയേക്കരുത്. അപ്പം ആ പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് നടിമാർ കുറേ കംപ്ലൈൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, രാത്രി കാലങ്ങളിൽ ഇതേപോലുള്ള സിനിമയിൽ പ്രവർത്തിക്കുന്ന നടന്മാരായിക്കോട്ടെ, സംവിധായകരായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് പേര് രാത്രിയിൽ വന്ന് ശല്യപ്പെടുത്താറുണ്ട്, ഡോറിൽ മുട്ടാറുണ്ട് എന്ന് ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പ്രതിപാദിച്ചാണ് നമ്മുടെ കൃഷ്ണകുമാറായിട്ട് നല്ല ചിരിച്ചു മറിഞ്ഞുകൊണ്ട് ഇങ്ങനെ തമാശ രൂപേണ പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആലോചിക്കണം, 4 പെൺമക്കളുള്ള ഒരു അച്ഛനാണ് ഈ പറയുന്നത്. അതായത് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഒരു കാര്യത്തിനെയാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു തമാശ രൂപേണ സ്വന്തം മോളുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് തന്നെ പറയുന്നത്. ഓക്കെ, അതൊക്കെ ഓരോരുത്തരുടെ ഇതായിരിക്കും. കാരണം അവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമാ ഫീൽഡിലായിക്കോട്ടെ, അവർ ചെയ്യുന്ന ആ ഒരു തൊഴിലിടത്തിലായിക്കോട്ടെ, അവരൊക്കെ ഭയങ്കര പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതൊന്നും നേരിടേണ്ടി വന്നിട്ടുണ്ടാവില്ല. പക്ഷെ എന്നോർത്ത് ഇതേപോലെ നേരിട്ടിട്ടുള്ളവർ അനുഭവം പറഞ്ഞതിനെ ഇങ്ങനെ വന്ന് കളിയാക്കുന്നത് ശരിയാണോ? അത് ശരിയായ ഒരു നടപടിയായിട്ട് തോന്നുന്നില്ല. അപ്പം അതാണ് കൃഷ്ണകുമാറിനൊക്കെ ഇതൊരു വെറും ഒരു തമാശയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഒരുപാട് പേര് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള അനുഭവങ്ങൾ, അതായത് സിനിമാ ഫീൽഡിൽ അഭിനയിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഒരു തിരക്കഥയുമായിട്ട് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഒരു സംവിധാന സഹായിയായിട്ട് ചെല്ലുന്ന സമയത്ത് അവർ നേരിടേണ്ടി വരുന്ന ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ച് ഇതേപോലെ പലരും ഇപ്പോൾ വന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ സ്ട്രീമിൽ, അതായത് മെയിനായിട്ടുള്ള നായികമാരോ അല്ലെങ്കിൽ ഈ പറയുന്ന പുറകിൽ പ്രവർത്തിക്കുന്നവരോ ആയിരിക്കണം എന്നില്ല. അതായത് ഇതിലേക്ക് പുതിയതായിട്ട് വരുന്നവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ അവരുടെ അനുഭവങ്ങളാണ് ഈ പറഞ്ഞ റിപ്പോർട്ടിലൊക്കെ കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോഴത്തേനും ഈ ഒരു ഫീൽഡിൽ കുറേ വർഷങ്ങളായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ നല്ല പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഇവരെ പോലുള്ളവരെല്ലാം ഇത് കളിയാക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇവർക്കറിയില്ല. കാരണം ഇവർക്ക് ഇതിൻ്റെ ആദ്യമായിട്ട് വരുന്ന ഒരാളുടെ ഒരു പ്രശ്നം എന്താണെന്ന് ഇവർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അതായിരിക്കും ചിലപ്പോൾ ഇവർക്കൊരു തമാശയായിട്ട് തോന്നിയിട്ടുണ്ടാവുക. അപ്പോൾ കഴിഞ്ഞ ദിവസം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് സിനിമയിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു സ്ത്രീ അവർ നേരിടേണ്ടി വന്നിട്ടുള്ള കുറച്ച് അനുഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറയുന്ന പേരുകൾ കേട്ടിട്ടുണ്ട്, ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. അവർ പറയുന്ന മെയിനായിട്ടുള്ള പേര് എന്ന് പറയുന്നത് മാമുക്കോയുണ്ട്, സുധീഷ് ഉണ്ട്, പിന്നെ ഹരിഹരനുണ്ട്, ഡയറക്ടർ ഹരിഹരനുണ്ട്. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു, ഇവരോ എന്നല്ല നമ്മളിങ്ങനെ ചിന്തിച്ചു പോകുന്ന തരത്തിലുള്ള ആളുകളുടെ പേരുകളാണ് ഇവർ വെളിപ്പെടുത്തുന്നത്. അപ്പം ഇങ്ങനെ വെളിപ്പെടുത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് നേരെ പോയിട്ട് അക്രമം അഴിച്ചുവിടുക എന്നുള്ളതാണ് നമ്മളിപ്പം കണ്ടുവരുന്ന ഒരു പ്രവണത. പറഞ്ഞു ഇത് സിനിമ ആയിട്ട് എടുക്കാൻ നല്ല സ്ക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അസോസിയേറ്റ് ആവശ്യപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
എന്താ പറയുക, ശരീരം വേണം, എന്താ പറയുക, ശരീരം വേണമെന്ന്. ഇപ്പം അമ്മ സംഘടനയുടെ ഒത്തിരി ആൾക്കാർ ഇരിക്കുന്നു. ഇടവേള ബാബു കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം. അദ്ദേഹം എന്നോട് പറഞ്ഞ ശരീരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്. അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറും ചെയ്യാം, 1.5 ലക്ഷം രൂപ ഒന്നും വേണ്ട, അല്ലെങ്കിൽ ക്യാഷ് അടച്ചിട്ട് കയറണം. അന്ന് 2018 ഞാൻ വാക്കുതർക്കുണ്ടായി. ഞാൻ പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞ ലാസ്റ്റ് പേര് ഇടവേള ബാബു എന്നല്ലല്ലോ. പിന്നെ സുധീഷ് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഞാൻ കൂടെ ടൂർ പോകും പോലെ വണ്ടിയിൽ കാറിൽ പോകണം. ഞാൻ കോൾ ചെയ്തു, എന്നെ ഇങ്ങോട്ടും കോൾ ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ കുട്ടികളാണ്, ചെറിയ കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിന് സിനിമ കാണുമ്പോൾ ഒരു ആരാധനയാണ് മനസ്സിൽ വരിക. അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അത് തെറ്റായ രീതിയിൽ വരുമ്പോൾ നമ്മൾ അവിടെ നിർത്തുക. കോളേജിൽ പോയി പാരിടും എല്ലാം പറയാം. അപ്പൊ എല്ലാവരുടെ അടുത്തും എല്ലാം ഉണ്ട്. എന്നിട്ട് ആരും പിന്നെ മാമുക്കോയ അങ്കിള് നമ്മുടെ മലയാളി, ഞാൻ എഴുതിയ സിനിമ സ്ക്രിപ്റ്റിൽ അദ്ദേഹം ഉണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞതും ഒരു മകളോട് പറയാൻ പറ്റിയ കാര്യമൊന്നുമല്ല. അവിടെ വെച്ച് ഇതാണ് മലയാള സിനിമയിലെ പല പുതുമുഖ ആർട്ടിസ്റ്റുകളും നേരിടുന്ന ഇപ്പോഴത്തെ പ്രശ്നം. ഇപ്പോഴെന്നല്ല, പണ്ട് മുതലേ ഉണ്ട്. പക്ഷെ ഇപ്പോഴാണ് ഇത് പലരും പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ധൈര്യം കാണിക്കുന്നത്. അതായത് സിനിമ ചെയ്യണമെങ്കിൽ പച്ചയ്ക്ക് ചോദിക്കുകയാണ്, എന്താണ് കൂടെ കിടക്കണം എന്ന് പച്ചയ്ക്ക് ചോദിക്കുകയാണ്. ഇങ്ങനെ ആദ്യമായിട്ട് ഒരു സിനിമയിലേക്ക് പോകുന്ന ഒരാളോട് ഈ പച്ചയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് എത്ര സ്ത്രീകൾക്ക് അവിടെ പ്രതികരിക്കാൻ വേണ്ടി പറ്റും? എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും പ്രതികരിക്കാൻ പറ്റുമെന്ന്. കാരണം പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഭീഷണി, അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് തുടച്ചു നീക്കും. ഇത് പേടിച്ചിട്ടാണ് പലതും ഒളിപ്പിച്ചു വെക്കുന്നത്. ഇതാണ് മലയാള സിനിമയിലെ പുതുമുഖങ്ങളായിട്ട് വരുന്ന നടിമാർക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ. ഒരു സിനിമയുടെ ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹമായിട്ട് മുന്നോട്ട് ചെല്ലുന്ന സമയത്ത് ഇതാണ് ഇവർക്ക് ആവശ്യം. അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ഈ സിനിമയിൽ അവസരമുണ്ട്. അപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞ് പിന്മാറുന്നവരാണ് പിന്നീട് ഇവരുടെ മുമ്പിൽ ശത്രുക്കളും. മാത്രമല്ല, പിന്നെ അവർക്കൊരു അവസരമില്ല. മലയാള സിനിമയിൽ അവർക്ക് അവസരമില്ല. ഇതാണ് മലയാള സിനിമയിൽ ഇപ്പം കുറച്ച് നാളുകളായിട്ട് നടന്നുകൊണ്ട്, കുറച്ച് നാളെന്നല്ല, പണ്ട് മുതലേ ഇത് തന്നെയാണ് സംഭവം. KPSC ഇതെല്ലാം അവരുടെ ഒരു ജീവചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് അടൂർ ബാസി എന്ന് പറയുന്ന നടൻ വളരെ ഫേമസ് ആണല്ലോ. അതായത് മലയാള സിനിമയിൽ ഒരു കാലത്ത് എല്ലാ സിനിമയിലും അടൂർ ബാസി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അടൂർ ബാസിയിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് KPSC ലളിത ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് സംഭവം. നമ്മൾ പുറത്തറിയാത്ത ഒരുപാട് കഥകളാണ് ഈ പറയുന്ന സിനിമാ ഫീൽഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമാ ഫീൽഡിൽ നടക്കുന്ന ഈ കഥകളെ പുറത്ത് പറയാൻ ഇവർക്ക് പേടിയാണ്. കാരണം പുറത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവസരം തീർന്ന്. അവസരം മാത്രമല്ല, പിന്നെ ഭീഷണിയായി, ഇതായി വിലക്കായി. എത്ര പേരെയാണ് മലയാള സിനിമയിൽ വിലക്കിയിട്ടുള്ളത്? ഇതെല്ലാം ഈ വിലക്കുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ അനുസരിക്കാത്തതിനുള്ള വിലക്കുകളാണ് കൂടുതലായിട്ടുള്ളത്. ഈ മലയാള സിനിമയിലെ AMMA എന്ന് പറഞ്ഞിട്ടുള്ള സംഘടന വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ തൊഴിൽ ഇല്ലാതാക്കാൻ പറ്റും എന്നുള്ളത് പണ്ടേ നമ്മുടെ തിലകൻ പറഞ്ഞിട്ടുള്ളതാണ്. തിലകൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സുകുമാർ അഴീക്കോട് പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാം പണ്ട് മുതലേ ഈ കാര്യങ്ങൾ പറയുന്നത് 10 വർഷം മുമ്പേ നമ്മുടെ തിലകൻ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് മലയാള സിനിമയിൽ 15 പേരടങ്ങിയ ഒരു പവർ ടീം ഉണ്ട് എന്നുള്ളത് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അതേ കാര്യം തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇപ്പം പറഞ്ഞിട്ടുള്ളത്. ഈ 15 പേരിൽ മെയിനായിട്ടുണ്ടായിരുന്ന ഒരു നടനെ തൽക്കാലത്തേക്ക് നമ്മുടെ AMMA മാറ്റിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നടൻ ചെയ്തു എന്ന് പറയപ്പെടുന്ന ഒരു പ്രശ്നത്തിൻ്റെ പുറകിലാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ ഇപ്പം വന്നിട്ടുണ്ട്. 2017 നമ്മുടെ പ്രമുഖ നടിയെ വാഹനത്തിൽ കൊണ്ടുപോയി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കേസിൻ്റെ പുറത്താണ് കേരള സർക്കാർ എന്ത് ചെയ്തു? സിനിമാ ഫീൽഡിൽ നടക്കുന്ന ഈ പറയുന്ന പെൺകുട്ടികൾക്കെതിരെയും അല്ലെങ്കിൽ ലഹരി മാഫിയക്കെതിരെയും ഉള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി ഹേമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിട്ടയർഡ് ജഡ്ജിനെ വെച്ചിട്ടൊരു റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ ആ റിപ്പോർട്ട് ഇങ്ങനെ പൂഴ്ത്തി ഇത്രയും നാളും വെച്ചു. പിന്നെ അവസാനം ഇപ്പോൾ കോടതിൻ്റെ ഒരു വിധി പ്രകാരം ഇത് പുറത്ത് വിടേണ്ട ഒരു അവസ്ഥ വന്നു. ഇത് പുറത്ത് വിട്ടാലും വിട്ടില്ലെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഈ സിനിമാ ഫീൽഡിൽ നടക്കുന്ന എന്താ സംഭവം എന്നുള്ളത് പണ്ട് മുതലേ നമ്മൾ കേട്ടുവരുന്ന സംഭവമാണ്. അതിൻ്റെ എല്ലാം ഒരു ക്രോഡീകരിച്ച ഒരു രൂപമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പുറത്ത് വന്നപ്പോഴത്തേക്കും പല നമ്മുടെ വിഗ്രഹങ്ങളും വീണുടയുന്ന ഒരു കഥയാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്, ഈ റിപ്പോർട്ടിന് ഒരാൾക്കും പേരില്ല. എല്ലാവരും പ്രമുഖരാണ്. കാരണം സിനിമാ ഫീൽഡാണല്ലോ, അപ്പോൾ പിന്നെ പ്രമുഖരല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ പ്രമുഖരുടെ പേര് എന്നാണ് പുറത്ത് വരുന്നത് അന്ന് വരെ ഈ പറയുന്ന ആളുകളെല്ലാം ഇങ്ങനെ പൊത്തിലൊളിച്ചിരിക്കും. ഇപ്പോൾ ഇതാ പലരെയും കാണുന്നില്ല. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് ഇത്രയും ദിവസമായി. കുറേ പേര് എല്ലാ കേസിലും പ്രതികരിക്കുന്ന ഒരുപാട് നടന്മാരും നടിമാരും ഉണ്ട്. അവരെ ആരും ഇപ്പോൾ കാണുന്നില്ല. ഇവരൊക്കെ എവിടെ പോയി? ഇനിയിപ്പോൾ പതിയെ പേരെല്ലാം പുറത്ത് വരുന്ന ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഇവരൊക്കെ പതിയെ ചിലപ്പോൾ ചാടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് പറഞ്ഞാലും മലയാള സിനിമയിൽ ഇത് പണ്ട് മുതലേ നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന സംഭവം ഈ പറയുന്ന പ്രമുഖരായിട്ടുള്ള ആളുകൾക്ക് ഇതൊക്കെ ഒരു സിമ്പിൾ, ഇതൊക്കെ ഒരു ചെറിയൊരു കാര്യം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പുച്ഛിച്ച് തള്ളുന്ന ഒരു സംഭവം മാറിയിട്ടുണ്ട്. അതിനുള്ള ഒരു ഉദാഹരണമാണ് കൃഷ്ണകുമാറിൻ്റെ ഈ ഒരു പുച്ഛിച്ചുള്ള ചിരി.
കൃഷ്ണകുമാർ നോക്കുമ്പോൾ എന്താണ്, അതൊക്കെ എന്ത് നമ്മളെ ഒന്നും ബാധിക്കുന്ന പ്രശ്നമല്ലല്ല, പിന്നെന്താണ് ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു ഡോറുമുട്ടൽ എന്തോന്നറിയ ഇത്, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുള്ള പരിപാടിയാണ്. പക്ഷേ കൃഷ്ണകുമാർ എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർ അറിയുന്നില്ല, ആദ്യമായിട്ട് വരുന്ന അല്ലെങ്കിൽ സിനിമ ഫീൽഡിലേക്ക് കടന്നു വരുന്ന പാവപ്പെട്ട പെൺകുട്ടികൾക്കും അവരുടെ വീട്ടുകാർക്കും ഏൽക്കേണ്ടി വരുന്ന കുറച്ച് പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മക്കളോടും പറഞ്ഞ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട് സംഭവം, ഇങ്ങനെ അനുഭവിക്കുന്നവരൊക്കെ ഉണ്ട്, അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ചുറ്റുപാട് നടക്കുന്നതെന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം. അതിന് പകരം എന്താ ചെയ്യുന്നത്, മോളെ ഇതൊന്നും മോള് ശ്രദ്ധിക്കണ്ട, മോള് നമ്മുടെ മാലയും കമ്മലും കല്യാണത്തിനുള്ള ഡ്രസ്സും ഇതൊക്കെ മാത്രം ശ്രദ്ധിച്ച് നടന്നാൽ മതി എന്നുള്ള രീതിയിലാണ് കൃഷ്ണകുമാറായിട്ട് നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നത്. എന്തായാലും കൊള്ളാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പുച്ഛിച്ച് തള്ളുന്ന കൃഷ്ണകുമാറും അവരുടെ ഭാര്യയും പിന്നെ അതൊന്നും അറിയാതെ നടക്കുന്ന മക്കളും. ഓക്കെ, നല്ല ഒരു സിനിമ കുടുംബം.